സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ ഭദ്രമായി പരിപാലിച്ചു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കി. ആ വലിയവനായ ദൈവത്തിന് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുകയാണ്. ചില നിമിഷങ്ങൾ ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1 സങ്കീർത്തനം 2 വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വലിയവനായ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവവചനത്തിൽ സന്തോഷിക്കുവാനും രാപ്പകൽ ഈ വചനത്തെ ധ്യാനിക്കുവാനും സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയാണ്. 1 വാക്യത്തിൽ നാം കാണുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നതിലോ പാപികളുടെ വഴിയിൽ നിൽക്കുന്നതിലോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതിലോ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ, അതേപോലെ തന്നെ ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ അവരാണ് ഭാഗ്യാവസ്ഥ അനുഭവിക്കുന്നവർ. 119 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പാടെ അത്ഭുതങ്ങളാണ് എന്ന് കാണുവാൻ കഴിയും. ഈ തിരുവെഴുത്തിൻ്റെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ നാം വായിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ് അതിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യമാണ്. അതിനുശേഷം ദൈവം നടത്തിയ സൃഷ്ടികളുടെ ഉൽപ്പത്തി വിവരങ്ങളുടെ എല്ലാം ചരിത്രം നാം വായിക്കുമ്പോൾ എത്രയോ അത്ഭുതാവഹമായ കാര്യങ്ങളാണ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യ സൃഷ്ടി തന്നെ എത്രമാത്രം അത്ഭുതകരമാണ്. അങ്ങനെ അത്ഭുതങ്ങളുടെ വലിയൊരു ഘോഷയാത്ര തന്നെയാണ് ഈ തിരുവെഴുത്തിൻ്റെ ആരംഭം മുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇനി പ്രവാചക പുസ്തകങ്ങളിലേക്ക് വരുമ്പോഴോ അവിടെ നാം കാണുന്നത് അത്യത്ഭുതകരമായ കാര്യങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 600-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. മറ്റൊരു മതഗ്രന്ഥത്തിലും കാണുവാൻ സാധ്യമല്ലാത്ത ഈ ലോകത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ ഈ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അത്ഭുതാവഹമാണ്. അത്ഭുതകരമായ മനുഷ്യചരിത്രത്തെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യാം. ഈ ലോകത്തേക്കാൾ വിലയേറിയ ആത്മാവിനെ നൽകി ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് എന്നേക്കും കർത്താവിനോടുകൂടെ സന്തോഷത്തിൽ വസിക്കുന്നതിന് വേണ്ടി ദൈവം അവനെ ഒരുക്കിയപ്പോൾ അവൻ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് മാറിപ്പോവുകയും പാപം ചെയ്ത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി സംജാതമായപ്പോൾ സർവശക്തനും സർവവ്യാപിയും സർവവും സൃഷ്ടിച്ച സർവാധികാരിയായ ത്രിയേകനായ ദൈവം ആ ത്രിത്വത്തിലെ പുത്രത്വം എന്ന സ്വത്വത്തെ ഒരു മനുഷ്യവേഷത്തിൽ ഈ താണലോകത്തിലേക്ക് അയച്ചു. അതാണ് യേശുക്രിസ്തു. അങ്ങനെ ദൈവം മനുഷ്യനായി ജനിച്ചു. ഇത് ഏറ്റവും അത്ഭുതാവഹമായ കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഫിലിപ്പ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവിടുന്ന് സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. തന്നിൽ വിശ്വസിക്കുന്ന ശുദ്ധിമാന്മാരെ ചേർക്കുവാൻ അവിടുന്ന് വേഗം വരുന്നു.
ഇത് ഏറ്റവും അത്ഭുതാവഹമായ കാര്യമല്ലേ? നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം കൃപായുഗം എന്നറിയപ്പെടുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവോടുകൂടെ ഈ കൃപായുഗം അവസാനിക്കുന്നു. ഇതുവരെയും കർത്താവിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്കുകളെ ശ്രവിക്കുമ്പോൾ അവിടുത്തെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അത്യത്ഭുതകരമായ അവിടുത്തെ തിരുവെഴുത്തിനെ ധ്യാനിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചതായ കാര്യങ്ങൾ അനേകരുടെ മാനസാന്തരത്തിനും അനേകരുടെ രക്ഷയ്ക്കും മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഉഷസ്സിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോൾ ദൈവിക ശബ്ദത്തിന്റെ മാറ്റൊലിയുമായി സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. സ്തുതികൾക്ക്